കൃപ തണൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾ ശിശുദിന റാലി നടത്തി. കോമ്പാറമുക്ക് കവലയിൽ നിന്നും ആരംഭിച്ച റാലി സെന്റർ പ്രസിഡന്റ് VP ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സെക്രട്ടറി KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഖദീജ ടീച്ചർ, മൻസൂർ, യഹിയ, KA നൌഷാദ്, ഷംല മൻസൂർ, സുനിത നൌഷാദ്, സുനിത യഹിയ, നിമിഷ ടീച്ചർ, ഫിസിയോതെറാപ്പിസ്റ്റ് റിസ്വാൻ എന്നിവർ നേതൃത്വം നൽകി. ഭാരതത്തിലെ ലക്ഷോപലക്ഷം കുട്ടികൾ ഇന്ന് തെരുവുകളിൽ റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കൃപ തണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ കുട്ടികളും അവർ റാലി നടത്തുകയുണ്ടായി, ശിശുദിന റാലി നടത്തുകയുണ്ടായി. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ കുട്ടികളെപ്പോലെ കഴിവോ ബുദ്ധിമുട്ടോ കഴിവോ സംസാരിക്കാനുള്ള ശേഷിയോ അവരുടെ ആശയങ്ങൾ സംവേദനം ചെയ്യാനുള്ള കഴിവോ ഒന്നുമില്ലാത്ത കുട്ടികളാണ്. അവരെ സഹായിക്കാൻ മറ്റുള്ളവർ വേണം, അവരെ എഴുന്നേൽപ്പിക്കാനും അവരെ കൊണ്ടു നടക്കാനും മറ്റുള്ളവരുടെ സഹായം വേണം. അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു റാലിയാണ് ഇന്നിവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് ഈ സമൂഹത്തിലെ ഈ പ്രദേശത്തെ ജനങ്ങളെ ഇവിടെ ശ്രദ്ധ ഈ കുട്ടികളിലേക്ക് ആകർഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യം കൂടി ഞങ്ങൾക്ക് ഇതിന് പിന്നിലുണ്ട്. ഏകദേശം 1.5 വർഷമായി കൊച്ചിയിൽ കൃപ തണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നുള്ള സ്ഥാപനം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഫിസിയോതെറാപ്പി കൊടുക്കുന്ന കുട്ടികൾക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സ്കൂളിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാവിയിൽ ഉടനെ ഈ വർഷം തന്നെ അവർക്ക് ബിഹേവിയർ തെറാപ്പിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ട് ഈ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് വടകരയിൽ പ്രവർത്തിക്കുന്ന കൃപ തണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഏകദേശം 32ഓളം കുട്ടികൾ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതിൽ സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളുണ്ട്, മറ്റ് വേറെ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ ആവശ്യമായ തെറാപ്പിയും മറ്റു കാര്യങ്ങളും നൽകിക്കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള, അവരെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള, മറ്റു കുട്ടികളോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ലൊരു കുട്ടികളായി, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ്. സെറിബ്രൽ പാൾസി വിഭാഗത്തിൽ തമിഴ്നാട്ടിൽ നടന്ന സൗത്ത് സോൺ ക്വിസ് ഏബിൾഡ് 2024 മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് 2ാം സ്ഥാനം നേടിയ PF സാഹിലിന് പ്രസിഡന്റ് VP ബഷീർ മൊമന്റോ നൽകി ആദരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി.